നമ്മുടെ ഭർത്താവായി ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. വിശുദ്ധ മത്തായി 1:19. കണ്ട കൂട്ടുകാരെ, നീതിമാനായ ജോസഫിന്റെ മനോഭാവം നമുക്കും സ്വന്തമാക്കേണ്ടേ? എന്റെ പ്രവർത്തനം, സംസാരം, പെരുമാറ്റം വഴി ആരെയും വേദനിപ്പിക്കാതിരിക്കുക. മറ്റുള്ളവരെ വളർത്താൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ താല്പര്യത്തിന് കളങ്കം വരുത്താതെ ശ്രദ്ധിക്കുക. ചിലപ്പോഴൊക്കെ ടീച്ചർ എന്നെ വഴക്ക് പറഞ്ഞു, കൂട്ടുകാരൻ എന്നെ ഇടിച്ചു, ചേച്ചീനെ തല്ലി എന്നൊക്കെ നാം മാതാപിതാക്കളോട് പറയുമല്ലോ. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ തെറ്റായ പ്രവൃത്തി മൂലല്ലേ ഇതൊക്കെ സംഭവിച്ചത്? പക്ഷെ നമ്മുടെ ഭാഗം കുഴപ്പമില്ലാതെ പറയും. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ തിരുത്തി നമുക്ക് പുണ്യത്തിൽ വളരാം. ഇന്ന് 9ാം ദിവസം നമുക്ക് ഈശോയ്ക്ക് മീറ കൊടുക്കാം. സുഹൃത്ത് ജപം. എൻ്റെ ഈശോയെ, നീ എന്നെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. നിയോഗം എല്ലാ അധ്യാപകർക്കും വേണ്ടി.